ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 5-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെ അകമ്പടിയോടും കൂടെ നമ്മൾ ഈ ദിവസത്തിൻ്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ സക്കറിയായെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുക. ഇന്നും സക്കറിയായുമായിട്ട് തന്നെ ബന്ധപ്പെട്ട വചനത്തെയാണ് നമ്മൾ ധ്യാനിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ജനം സക്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ജനം സക്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിനാണ് പുരോഹിതനായ സക്കറിയായെ ജനം കാത്തു നിൽക്കുക? അവൻ ദേവാലയത്തിനകത്ത് ദൈവിക ശുശ്രൂഷ ചെയ്ത ശേഷം പുറത്തിറങ്ങി തങ്ങളെ ആശീർവദിക്കുന്നത് സ്വീകരിക്കാനായിട്ടാണ് ജനം സക്കറിയായെ കാത്തുനിന്നത്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും: മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷനായി. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ സുന്ദരമായ ഒരു സവിശേഷതയായിരുന്നു ദൈവിക ശുശ്രൂഷ ചെയ്ത ശേഷം പുരോഹിതൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവജനത്തെ തൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആശീർവദിക്കുന്നത്. ഇസ്രായേൽ ജനം വിശ്വസിച്ചു, ആ ആശീർവാദം സ്വീകരിക്കുന്നത് വഴി കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾക്ക് പ്രത്യക്ഷമാകുന്നു, വെളിപ്പെടുന്നുവെന്ന്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പൗരോഹിത്യ ആശീർവാദത്തെ വിലയോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. എല്ലാ ദിവസത്തെയും പരിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ ആശീർവാദം അതിന് പറയുക ഹുത്താമ പ്രാർത്ഥന എന്ന് വെച്ചാൽ മുദ്രയിടൽ പ്രാർത്ഥന. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയിൽ പുരോഹിതൻ തൻ്റെ വലത്തുകരം ഉയർത്തിപ്പിടിച്ച് ജനത്തെ ആശീർവദിക്കുന്നു, മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഹൂത്താമ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടെ വ്യാപരിക്കാം. കാരണം കർത്താവിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടാനായിട്ട് ആ പൗരോഹിത്യ ആശീർവാദം വിലപ്പെട്ടതാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ആത്മാവ് ഈ ദൈവവചനത്തിൻ്റെ അന്തരാർത്ഥം ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തെ ഉണ്ണീശോ തട്ടി ഉണർത്തട്ടെ. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.